Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. അങ്കമാലി നഗരസഭയിൽ ഭിന്നശേഷി കലോത്സവം നിറക്കൂട്ട് 2025 സംഘടിപ്പിച്ചു. റോജിയം ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. ഞങ്ങളൊക്കെ ഇപ്പുറത്തുണ്ട് കേട്ടോ. ഞങ്ങളൊരു വിഭാഗോടെ ഇപ്പുറത്തേക്ക് നല്ല അതുകൊണ്ട് നമ്മൾ ഈ ഒരു പുസ്തകത്തിലേക്ക് നടക്കുന്നില്ല. ഈ കുട്ടികൾക്ക് അവർക്ക് വ്യത്യസ്തമായ കഴിവുകളുണ്ട്. ഓരോരുത്തരും ഓരോ മേഖലയിൽ ഭാഗ്യഭൂഷണമായിരിക്കും. അവരുടെ കഴിവുകളെ വളർത്താൻ അതിനൊരു പ്രോത്സാഹനം കൊടുക്കുവാൻ ആവശ്യമായിട്ടുള്ള പരിശീലനം കൊടുക്കുവാനൊക്കെയാണ് ഈ ഒരു വേദി ഈ നിറക്കൂട്ട് 2025 ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തനത്തിലുള്ള മുഴുവൻ ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പരിപാടി സംഘടിപ്പിക്കാനായി തയ്യാറായ നഗരസഭയെ ശ്രീ മന്ത്രി ഭരണസമിതിയെ ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. മന്ത്രിസഭയിൽ ഇന്നലെ മിഞ്ഞാന്ന് 2 ദിവസം മുമ്പാണ് ഈ പരിപാടി പറഞ്ഞത്. ഞാൻ ഈ താലൂക്ക് യൂണിവേഴ്സിറ്റിയിൽ അതേ സമയത്ത് തന്നെ ഒരു പരിപാടി നടന്നു. അപ്പോൾ ഭിന്നശേഷി കുട്ടികളുടെ ഒരു പരിപാടി ആയതുകൊണ്ട് അത് പങ്കെടുക്കണമെന്ന് വന്നിട്ട് പോകണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ടായി. അതുകൊണ്ടാണ് ഞാൻ മറ്റ് പരിപാടികൾ ഉണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽ വന്നത്. അങ്കമാലി MLA റോജിയം ജോൺ നിറക്കൂട്ട് 2025 ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് അധ്യക്ഷത വഹിച്ചു. അപ്പോൾ ആ കാലഘട്ടത്തിൽ എന്താണ് ദൈവം തീരുമാനിച്ചിട്ടുള്ളത് അതനുസരിച്ച് ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണ് നമ്മളെല്ലാവരും. ഓരോരുത്തർക്കും ഓരോ കഴിവുകളാണ്. ആ ഓരോ കഴിവുകളിലും ചിലർക്ക് വലിയ കഴിവുകളായിരിക്കും, ചിലർക്ക് ശാരീരികമായ കഴിവുകളുണ്ടാവാം. പക്ഷെ അവർ വ്യക്തിപരമായും മാനസികമായും വളരെ ഔന്നത്യത്തിലായിരിക്കും. അങ്ങനെ വിവിധ രീതിയിൽ കഴിവുകളുള്ള എല്ലാവരെയും സഹകരിച്ച് നിർവഹിച്ചു കൊണ്ടുപോകുക എന്നുള്ളതാണ് ഒരു നഗരസഭയായിട്ടുള്ള നഗരസഭയുടെ ചുമതലയായി മനസ്സിലാക്കുന്നത്. അതിന്റെ ഭാഗമായി ഭിന്നശേഷി കലോത്സവം നമ്മുടെ ജനപ്രതിനിധികളായ മിക്കവാറും എല്ലാവരും ഇവിടെ സംബന്ധിക്കുന്നുണ്ട്. കഴിവുകളൊക്കെ ഈ പരിപാടി കഴിയുന്നവരെ എല്ലാവരും സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു കഴിവുകൾ കൊടുത്ത് മുന്നോട്ട് പോകണം എന്നെല്ലാവരും അഭ്യർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾ എല്ലാവരെയും ഈ പരിപാടികളിൽ സ്വാഗതം ചെയ്യും. അതോടൊപ്പം അവരെ ഉൾക്കൊണ്ടുവന്നിട്ടുള്ള പേരൻസിനെയും. ഭിന്നശേഷിക്കാർ അവതരിപ്പിച്ച വിവിധങ്ങളായ കലാപരിപാടികളും സന്നദ്ധ സംഘടനയുടെ ഗാനമേളയും കലോത്സവത്തിൽ അരങ്ങേറി. ബഡ്സ് ജില്ലാ കലോത്സവത്തിൽ വിജയികളായ ചിഞ്ചു ചന്ദ്രൻ, അനിൽ വിപിൻ കുമാർ എന്നിവരെ കലോത്സവത്തിൽ വെച്ച് ആദരിച്ചു. നഗരസഭാ ഉപാധ്യക്ഷ സിനി മനോജ്, സ്ഥിരം സമിതി അധ്യക്ഷരായ പോൾ ജോവർ KP, ജാൻസി അരീക്കൽ, ജസ്മി ജിജോ, ലക്സി ജോയ്, ജിത ഷിജോയ്, മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് ഷിയോപോൾ, LDF പാർലമെന്ററി പാർട്ടി ലീഡർ TY ഏലിയാസ്, BJP പാർലമെന്ററി പാർട്ടി ലീഡർ AV രഘു, കൗൺസിലർമാരായ ബാസ്റ്റ പാറക്കൽ, മനു നാരായണൻ, PN ജോഷി, സന്ദീപ് ശങ്കർ, ലില്ലി ജോയ്, ലിസി പോളി, ഷൈനി മാർട്ടിൻ തുടങ്ങിയവർ സംസാരിച്ചു. അവർ ആദ്യം ചെയ്തത് ഒരു പൈപ്പ്, ഒരു ടാപ്പ് തുറന്നിട്ട് അതിൽ ഹെലക്കറുടെ ഒരു കൈ ആ വെള്ളം ആ കൈപ്പത്തിൽ വീട്ടിക്കൊണ്ടായി, മറ്റേ കൈയിൽ വാട്ടർ എന്ന് എഴുതി കൊടുത്തു.
കാണാൻ സാധിക്കുകയില്ല, കേൾവി ശക്തിയില്ല. പക്ഷേ സ്പർശന ശക്തി, കെനസ്തെറ്റിക് എന്ന് പറയുന്ന നമ്മുടെ ആ സ്പർശന ശക്തി ഉപയോഗിച്ച് ഏതോ ഒരു തണുത്ത വസ്തു, അത്ഭുതകരമായ ആ തണുത്ത വസ്തു വാട്ടർ ആണെന്ന് ഹെലൻ തിരിച്ചറിയുന്നു. ഒരു കുറവും വരുത്താത്ത നാടാണെന്ന് കേരളത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സംസ്ഥാന സ്കൂൾ യുവജനോത്സവം തിരുവനന്തപുരത്ത് അതിഗംഭീരമായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വേളയാണ്. കലാസ്ഥാനം എന്ന പേരിൽ നമ്മുടെ സംസ്ഥാനം എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായിരുന്നാലും ഇത്തരം ആഘോഷ പരിപാടികൾക്കൊന്നും തന്നെ ഒരു കുറവ് വരുത്താതെ വളരെ നല്ല രീതിയിൽ തന്നെ മികച്ച രീതിയിൽ സംഘടിപ്പിച്ച് അത് വളരെ ആർഭാടപൂർവ്വം അതിൽ ആഘോഷപൂർവ്വം എല്ലാവരും തന്നെ അതിൽ സംബന്ധിക്കുകയും ഈ പ്രോഗ്രാമിന് അധ്യക്ഷം വഹിച്ച നമ്മുടെ പ്രിയങ്കരനായ നഗരസഭാ ചെയർമാൻ ശ്രീ മാത്യു തോമസ് അവർക്ക് വളരെ സ്നേഹത്തോടെ ഞാൻ രേഖപ്പെടുത്തുന്നു. ഈ പരിപാടിയിൽ സ്വാഗതം ആശംസിച്ച പ്രിയപ്പെട്ട നഗരസഭാ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ശ്രീമതി സിനി മനോജിന് എല്ലാവരും സ്നേഹത്തോടുകൂടി രേഖപ്പെടുത്തുന്നു. ഈ കലോത്സവത്തിന്റെ കലോത്സവത്തിന്റെ ആശംസകൾ എല്ലാവർക്കും ആദ്യമേ നേരുകയാണ്. അങ്കമാലി നഗരസഭ ശേഷി കുട്ടികൾക്കും അല്ലെങ്കിൽ അതുപോലുള്ള മുതിർന്നവർക്കുമായിട്ട് എപ്പോഴും വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തി വരിക. നമ്മുടെ